അമേരിക്കയിൽ നിത്യേന കേട്ടുകേൾവിയുള്ള തോക്കുകൊണ്ടുള്ള വെടിവെപ്പ് നമ്മുടെ കൊച്ചു കേരളത്തിലും വർദ്ധിക്കുകയാണ്. ഓൺലൈൻ വഴി 1500 രൂപ മുതൽ എയർ ഗണ്ണുകൾ ഇവിടെ ലഭിക്കും. അതുപയോഗിക്കാൻ ലൈസൻസ് പോലും വേണ്ട എന്നതാണ് അപകടകരമായ കാര്യം. 2022-ൽ 5-ഉം 2023-ൽ 6-ഉം വെടിവെപ്പ് കേസുകളാണ് കേരളത്തിൽ മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഈ വർഷം എയർ ഗൺ ഉപയോഗിച്ച് രണ്ടാമത്തെ ആക്രമണം. കൊച്ചിയിലെ ബാറിൽ കഴിഞ്ഞ രാത്രിയിലുണ്ടായ വെടിവെപ്പ് കേസും ഇടുക്കിയിലെയും തിരുവനന്തപുരത്തെയും കൊലപാതക കേസുകളും ഉൾപ്പെടെ പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. വടിവാളും മാരകായുധങ്ങളും ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പഴങ്കഥയാവുകയാണ്. ഇവിടെ ഗുണ്ടാ സംഘങ്ങൾ തോക്കുകൊണ്ടാണ് നടക്കുന്നത്. ചെറിയ തർക്കങ്ങൾ പോലും വെടിവെപ്പിൽ കലാശിക്കുന്ന കാഴ്ച. കഴിഞ്ഞ രാത്രി കൊച്ചി കലൂരിലെ ബാറിൽ വെടിവെപ്പുണ്ടായത് മദ്യം നൽകുന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തിനിടെയാണ്. ആക്രമണത്തിൽ 2 ജീവനക്കാർക്ക് വെടിയേറ്റു. വെടിവെച്ച സംഘം ബാർ മാനേജരെയും മർദ്ദിച്ചു. തുടർന്ന് കാറിൽ രക്ഷപ്പെട്ട അക്രമികളിൽ 3 പേരെ മൂവാറ്റുപുഴയിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രതികൾ ക്രിമിനൽ സംഘത്തിൽപ്പെട്ടവരെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഇന്നലെ രാത്രി 11:30 കത്രിക്കടവിലുള്ള ഇടശ്ശേരി ബാറിലാണ് ഈ സംഭവം ഉണ്ടായത്. 4-അംഗ സംഘം ബാറിൽ നിന്നും മദ്യപിച്ച് പുറത്തു വന്നതിന് ശേഷം ഇവർക്കിടയിൽ ഒരു തർക്കമുണ്ടായി. ഈ തർക്കത്തിനിടയിലേക്ക് ഈ ബാറിലെ മാനേജർ ഇടപെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇവർക്ക് പ്രകോപനമാവുകയും മാനേജറെ മർദ്ദിക്കുകയും ചെയ്തു. ഇത് കണ്ടുകൊണ്ടുവന്ന ജീവനക്കാർ 2 പേർ സുജിത്, അഖിൽ എന്നിവരെ 2 പേരെ മർദ്ദിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ 4-അംഗ സംഘത്തിലുള്ള ഒരാൾ തന്റെ കയ്യിലിരുന്ന തോക്ക് ഉപയോഗിച്ച ഈ 2 ജീവനക്കാരെയും നേരെ വെടിവെക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഒരാളുടെ വയറ്റിലും മറ്റൊരാളുടെ തുടയിലുമാണ് വെടിയേറ്റത്. ഇവരെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ സമീപത്തുള്ള ആളുകളെല്ലാം ഈ വെടിയൊച്ച കേട്ട് ബാറിലുള്ളവരും ഒപ്പം തന്നെ സമീപത്തുള്ളവരെല്ലാം ഓടിക്കൂടുകയും ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ഈ 4-അംഗ സംഘം ആ ഹോട്ടലിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്തു. ഇവർ സഞ്ചരിച്ച KL 51B 2194 എന്ന നമ്പറിലുള്ള വെള്ള കാറ് പിന്നീട് കാറിനെ സംബന്ധിച്ചുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് ഇതൊരു റെന്റേ കാറാണ്, തൊടുപുഴയിലുള്ള ഒരു വ്യക്തിയുടേതാണ് ഈ കാറെന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തു. എന്നാൽ കുറച്ച് നാളുകൾക്ക് മുൻപ് തന്നെ ഈ കാർ താൻ വിറ്റു എന്ന് ഈ കാറിന്റെ ഉടമ പറയുകയും ചെയ്തു. പിന്നീട് ആരായിരിക്കും ഈ കാറിൽ വന്ന ഈ 4-അംഗ സംഘം എന്നത് സംബന്ധിച്ചുള്ളൊരു അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നുമുണ്ടായി. തൊടുപുഴ ഭാഗത്തേക്കാണ് ഇവർ പോയതെന്നൊരു സൂചനയും പോലീസിന് ലഭിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണം CCTV കേന്ദ്രീകരിച്ചും നടത്തിയ ഒരു അന്വേഷണത്തിലാണ് ഈ ചിലരെ ഒക്കെ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ബാർ ഹോട്ടലിന്റെ മുൻപിൽ വെച്ച് തോക്ക് ചൂണ്ടുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വരികയും ചെയ്തു. എന്തായാലും പോലീസ് ഈ സംഭവ സ്ഥലത്തെത്തി. ആ സംഭവ സ്ഥലത്ത് ഈ തോക്കിൽ നിന്നും ഈ വെടിയുണ്ടയുടെ കുറച്ച് ബാക്കി ഭാഗങ്ങൾ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ മർദ്ദനത്തിന്റെയും രക്തക്കറയടക്കം അവിടെ കണ്ടെത്തുകയും ചെയ്തു. എന്തായാലും ഫോറൻസിക് വിദഗ്ധർ സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ചെയ്തു. കേട്ടാൽ ഭയമുളവാക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സംഭവിക്കുന്നത്. ചെറിയ പ്രകോപനങ്ങൾ പോലും കൊലപാതകത്തിൽ കലാശിക്കുന്നു. തിരുവനന്തപുരം മലയിൻകീഴിൽ അയൽവാസിയായ യുവാവിനെ ബിയർ കുപ്പി കൊണ്ട് കുത്തിക്കൊന്നത് ബന്ധുവിനെ മർദ്ദിച്ചത് ചോദിക്കാനെത്തിയപ്പോഴാണ്. കാരങ്കോട്ടുകോണം സ്വദേശി ശരത്തിനെ കൊലപ്പെടുത്തിയ കേസിൽ സഹോദരങ്ങൾ ഉൾപ്പെടെ 3 പേർ അറസ്റ്റിലായി. പ്രതികളുടെ കുടുംബക്ഷേത്രത്തിലെ ഉത്സവ നടത്തിപ്പുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ആക്രമണത്തിൽ ശരത്തിന്റെ 3 സുഹൃത്തുക്കൾക്കും പരിക്കേറ്റിരുന്നു.
മലയിൻകീഴ് വിളവൂർക്കൽ കാരാംകോട്ടുകോണത്താണ് തർക്കത്തിനിടെ യുവാവ് കുത്തേറ്റ് മരിച്ചത്. കാരാംകോട്ടുകോണം സ്വദേശിയും കർഷക കോൺഗ്രസ് കാട്ടാക്കട മണ്ഡലം പ്രസിഡന്റുമായ മണികണ്ഠന്റെയും സിന്ധുവിന്റെയും മകനായ ശരത്താണ് കൊല്ലപ്പെട്ടത്. ശരത്തിന്റെ ബന്ധു അഖിലേഷിന് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റു. സംഭവത്തിൽ സഹോദരങ്ങൾ ഉൾപ്പെടെ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സമീപത്തെ ക്ഷേത്രത്തിൽ കഴിഞ്ഞ വർഷം നടന്ന ഉത്സവത്തിൽ മൈക്ക് സെറ്റ് കെട്ടിയതുമായി ബന്ധപ്പെട്ട് മദ്യപാനത്തിനിടെ തർക്കമുണ്ടായിരുന്നു. തർക്കം രൂക്ഷമായതോടെ സമീപവാസിയായ രാജേഷ് ഇവിടേക്ക് എത്തി. പിന്നീട് രാജേഷും അരുണും തമ്മിൽ തർക്കമുണ്ടാവുകയും രാജേഷിനെ അരുൺ മർദ്ദിക്കുകയും ചെയ്തു. ഇത് ചോദിക്കാനെത്തിയപ്പോഴാണ് രാജേഷിന്റെ ബന്ധുക്കളായ ശരത്ത, അഖിലേഷ് എന്നിവരെ ബിയർ കുപ്പി കൊണ്ട് കുത്തിയതെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. മദ്യത്തിനും ലഹരിക്കും അടിമകളായ യുവാക്കളാണ് കേരളത്തിൽ ഇപ്പോൾ അക്രമകാരികളാകുന്നത്. ലഹരിക്ക് അടിമപ്പെട്ടാൽ ബന്ധുക്കളെന്നോ സുഹൃത്തുക്കളെന്നോ നോട്ടമില്ല, ആരെയും അവർ ആക്രമിക്കും. മലപ്പുറം വണ്ടൂരിൽ മദ്യലഹരിയിലുള്ള തർക്കത്തിനിടെ യുവാവിനെ കൊലപ്പെടുത്തിയത് സ്വന്തം സഹോദരനാണ്. ടാപ്പിംഗ് കത്തി ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ കാരാട് സ്വദേശി വിശാഖിന് ഗുരുതര പരിക്കേറ്റു. സംഭവത്തിൽ സഹോദരൻ വിജേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി 8:30യോടെയായിരുന്നു സംഭവം. വണ്ടൂർ കാരാട് കരിമ്പിൻതൊടി കുഴിച്ചിൽ കോളനിയിലെ നറുകിൽ ഹൌസിൽ വിജേഷാണ് അനിയൻ വിശാഖിനെ കുത്തിയത്. ഗുരുതരമായി പരിക്കേറ്റ വിശാഖിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിശാഖ് അപകടനില തരണം ചെയ്തിട്ടുണ്ട്. വിശാഖിന്റെ പരാതിയിലാണ് സഹോദരൻ വിജേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. വിജേഷിനെതിരെ വധശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. മദ്യലഹരിയിലുള്ള തർക്കത്തിനിടെയാണ് ആക്രമണമെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് 18 മലപ്പുറം. നമ്മുടെ നാട്ടിൽ എന്ത് കൊള്ളരുതായ്മ നടന്നാലും ഒന്നും കണ്ടില്ലെന്ന് നടിക്കുന്നതാകും നല്ലത്. റോഡിലെ ഒരു ഗതാഗത നിയമലംഘനം ചോദ്യം ചെയ്ത കൊല്ലം ജോനപ്പുറം സ്വദേശി ബെനഡിക്റ്റിന് നേരിടേണ്ടി വന്നത് ക്രൂരമർദ്ദനമാണ്. തെറ്റായ ദിശയിൽ അപകടകരമായി ബൈക്ക് ഓടിച്ച യുവാക്കളെ ചോദ്യം ചെയ്തതാണ് പ്രകോപന കാരണം. ഗുരുതരമായി പരിക്കേറ്റ ബെനഡിക്റ്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഒളിവിൽ പോയ പ്രതികൾക്ക് കോടതി ജാമ്യം നിഷേധിച്ചതോടെ പോലീസ് 2 പേരെയും അറസ്റ്റ് ചെയ്തു. കൊല്ലം പള്ളിത്തോട്ടം സ്വദേശികളായ സനോജ്, ഫിജോയ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വീട്ടുസാധനങ്ങൾ വാങ്ങി ബെനഡിക്റ്റ് ബൈക്കിൽ വരവെ സനോജും ഫിജോയും ചേർന്ന് ബൈക്ക് തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു. ഹെൽമറ്റ് കൊണ്ട് മുഖത്തടിക്കുകയും മർദ്ദിക്കുകയും ചെയ്യുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. അടിയേറ്റ ബെനഡിക്റ്റിന്റെ മുഖത്തും തലയുടെ പിൻഭാഗത്തും പൊട്ടലുണ്ടായി. ഗുരുതര പരിക്കുകളോടെ ബെനഡിക്റ്റിനെ നാട്ടുകാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതോടെ പ്രതികൾ ഒളിവിൽ പോയി. കൊല്ലം ഈസ്റ്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി വരവെയാണ് ഇരുവരും മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചത്. ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചതോടെ പോലീസ് ഇരുവരെയും പിടികൂടുകയായിരുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര. ഇടുക്കി ഉടുമ്പൻചോലയിൽ യുവതിയെ അയൽവാസി പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയ സംഭവം പോലീസ് പെട്രോൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഉടുമ്പൻചോല സ്വദേശിനി ഷീല മരിച്ചെന്ന് വേദനിപ്പിക്കുന്ന വാർത്തയാണ് ഈ പകൽ പുറത്തു വന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച തേനി മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച യുവതി രാവിലെയോടെയാണ് മരണത്തിന് കീഴടങ്ങിയത്. സംഭവസ്ഥലത്തു നിന്ന് തന്നെ കസ്റ്റഡിയിലെടുത്ത പ്രതി ശശി ഇപ്പോൾ ഇടുക്കി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്.
വെള്ളിയാഴ്ചയായിരുന്നു നാടിനെ നടുക്കിയ ആക്രമണം. ഷീല മറ്റ് തൊഴിലാളികൾക്കൊപ്പം കൃഷിയിടത്തിൽ നിന്നും ഏലക്ക ശേഖരിക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. ഈ സമയം അവിടേക്ക് ചെന്ന അയൽവാസി ശശി ഷീലയോട് സംസാരിക്കുകയും പെട്ടെന്ന് കൈയിൽ കടന്നുപിടിച്ച് വീട്ടിൽ വലിച്ചുകയറ്റുകയും ചെയ്തു. നാട്ടുകാർ ബഹളം വെച്ചതോടെ ഇയാൾ കതകടച്ചു. തുടർന്ന് പോലീസ് എത്തിയപ്പോഴേക്കും ശശി ഷീലയുടെ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയിരുന്നു. ഗുരുതരമായി പൊള്ളലേറ്റ ഷീലയെ ആദ്യം നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തേനി മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. ഇവിടെ ചികിത്സയിലിരിക്കെയാണ് മരണം. സംഭവത്തിൽ നിന്ന് തന്നെ കസ്റ്റഡിയിലെടുത്ത പ്രതി ഇപ്പോൾ ഇടുക്കി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ആക്രമണത്തിൽ ഇയാൾക്കും പൊള്ളലേറ്റിരുന്നു. വ്യക്തിവൈരാഗ്യമാണ് ആക്രമണ കാരണമെന്നാണ് പോലീസിന്റെ നിഗമനം. ഷീല മരിച്ചതോടെ പ്രതിക്കെതിരെ കൊലക്കുറ്റം ചുമത്തും. ന്യൂസ് 18 ഇടുക്കി. മകനെ കൊലപ്പെടുത്തിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഒരമ്മ നടത്തിയത് 14 വർഷം നീണ്ട പോരാട്ടം. മകന്റെ ഘാതകർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിക്കുമ്പോൾ പാലക്കാട് പെരുവെമ്പിലെ രുക്മിണി അമ്മയ്ക്ക് അമിതാഹ്ലാദമൊന്നുമില്ല. ഇനിയൊരമ്മയ്ക്കും ഈ ഗതി ഉണ്ടാകരുതെന്ന് മാത്രമാണ് അവർ പറയുന്നത്. പെരുവെമ്പ് സ്വദേശി രാജേന്ദ്രനെ വൈദ്യുതി പോസ്റ്റിൽ കെട്ടിയിട്ട് മർദ്ദിച്ച് കൊലപ്പെടുത്തിയത് 2010 മാർച്ച് 9-നാണ്. പെരുവെമ്പിലെ ആൾക്കൂട്ട കൊലപാതക കേസിൽ മുഴുവൻ പ്രതികൾക്കും കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു. ഭർത്താവ് നേരത്തെ മരിച്ച രുക്മിണിക്ക് ആകെ ആശ്രയം മാനസിക വൈകല്യമുണ്ടായിരുന്ന മകൻ രാജേന്ദ്രൻ മാത്രമായിരുന്നു. മാനസിക വെല്ലുവിളി നേരിടുന്ന രാജേന്ദ്രൻ വർഷങ്ങളായി ചികിത്സയിലായിരുന്നു. 2010 ഫെബ്രുവരിയിലാണ് കേസിനാസ്പദമായ സംഭവം. നേരത്തെ രാജേന്ദ്രന്റെ വീടിന് സമീപത്തെ ഓലപ്പുര മറ്റാരോ കത്തിച്ചിരുന്നു. രാജേന്ദ്രനാണ് ഓലപ്പുര കത്തിച്ചതെന്ന് ആരോപിച്ചാണ് സംഭവ ദിവസം നാട്ടുകാർ ഇയാളെ മർദ്ദിച്ചത്. രാത്രി 9 മണിക്കാണ് പ്രതികൾ രാജേന്ദ്രനെ ആദ്യമായി മർദ്ദിക്കുന്നത്. തുടർന്ന് പുലർച്ചെ 2 മണിയോടെ പോസ്റ്റിൽ കെട്ടിയിട്ട് മർദ്ദിച്ചു. 2:30 വരെ ഇത് തുടർന്നു. പുലർച്ചെ 5 മണിക്ക് പോലീസ് സംഭവ സ്ഥലത്തെത്തിയപ്പോഴേക്കും രാജേന്ദ്രൻ മരിച്ചിരുന്നു. കേസിലെ പ്രതികളായ വിജയൻ, കുഞ്ചപ്പൻ, ബാബു, മുരുകൻ, മുത്തു, രമണൻ, മുരളീധരൻ, രാധാകൃഷ്ണൻ എന്നിവർക്കാണ് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചത്. പാലക്കാട് 1-ാം അഡീഷണൽ ഡിസ്ട്രിക്ട് കോടതിയാണ് വിധി പ്രസ്താവിച്ചത്. രാജേന്ദ്രന്റെ അമ്മ രുക്മിണി നടത്തിയ പോരാട്ടമാണ് പ്രതികളെ നിയമത്തിനു മുന്നിൽ എത്തിച്ചത്. കേസിൽ ശിക്ഷ ലഭിച്ച മുഴുവൻ പ്രതികളെയും തവനൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. ന്യൂസ് 18 പാലക്കാട്. ഉഗ്രശബ്ദത്തോടെയുള്ള സ്ഫോടനത്തിന്റെ നടുക്കത്തിലാണ് തൃപ്പൂണിത്തുറയിലെ നിവാസികൾ. ഇപ്പോഴും അവരുടെ ഉള്ളിൽ ചങ്കിടിപ്പാണ്. തൃപ്പൂണിത്തുറയിലെ പടക്കശാലയിലുണ്ടായ സ്ഫോടനം എത്രത്തോളം ഭയാനകമായിരുന്നുവെന്ന് മനസ്സിലാക്കണമെങ്കിൽ അവിടെ സംഭവിച്ച നഷ്ടങ്ങളെക്കുറിച്ച് അറിയണം. നഷ്ടപ്പെട്ടത് 2 പേരുടെ ജീവനാണ്. തിരുവനന്തപുരം സ്വദേശി വിഷ്ണു, 55-കാരൻ ദിവാകരൻ എന്നിവരാണ് മരിച്ചത്. 15 പേർക്ക് പരിക്കുണ്ട്. 2 വാഹനങ്ങൾ പൂർണ്ണമായും, നിരവധി വാഹനങ്ങൾ ഭാഗികമായും തകർന്നു. 20-ലധികം വീടുകൾക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചു. സമീപത്തെ പുതിയകാവ് ക്ഷേത്രത്തിലെ ഉത്സവത്തിനായി കൊണ്ടുവന്ന പടക്കങ്ങൾ ഇറക്കുമ്പോഴാണ് പൊട്ടിത്തെറിയുണ്ടായത്. സംഭവത്തിൽ 2 കരാർ ജീവനക്കാർ ഉൾപ്പെടെ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്ന്
രാവിലെ 11 മണിയോടുകൂടിയാണ് തൃപ്പൂണിത്തറ തെക്കും ഭാഗത്തിന് സമീപമുള്ള പടക്ക സംഭരണ ശാലയിൽ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടായത്. എന്തായാലും വലിയൊരു ആഘാതമാണ് ഇന്ന് തൃപ്പൂണിത്തറക്കാർ നേരിട്ടത്. വലിയ ഒരു നാശനഷ്ടം, ഈ സമീപ പ്രദേശത്തൊക്കെ വലിയ രീതിയിലുള്ളൊരു നാശനഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഇതായിരുന്നു ഈ പടക്കങ്ങൾ സംരക്ഷിക്കുന്ന കേന്ദ്രം. ഇവിടെ ഈ പുതിയകാവ് ക്ഷേത്രത്തിന് കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് 2 കരയോഗങ്ങൾ, അതായത് തെക്കും ഭാഗം വടക്കും ഭാഗം, അങ്ങനെ 2 കരയോഗങ്ങൾ തമ്മിലുള്ളൊരു വെടിക്കെട്ട് ഇന്നും ഇന്നലെയുമായി നടന്നിരുന്നു. ഇന്നലെ തെക്കും ഭാഗത്തിൻ്റെയും ഇന്ന് വടക്കും ഭാഗത്തിൻ്റെ വെടിക്കെട്ടാണ് നടക്കുന്നത്. അങ്ങനെ വടക്കും ഭാഗത്തിൻ്റെ വെടിക്കെട്ടിന് വേണ്ടി ഉപയോഗിക്കുന്ന ഈ ഉപകരണങ്ങൾ, വെടിക്കോപ്പുകളാണ് ഇവിടെ സംരക്ഷിച്ചിരുന്നത്. ഈ തിരുവനന്തപുരത്ത് നിന്നുള്ളൊരു കരാറുകാർക്കായിരുന്നു ഇത്തവണ ഇത് വടക്കും ഭാഗത്തിന് വേണ്ടിയിട്ട് വെടിക്കോപ്പുകൾ തയ്യാറാക്കാനുള്ളൊരു കരാർ നൽകിയത്. അതിൻ്റെ ഭാഗമായി ഈ കാണുന്ന ദൃശ്യങ്ങൾ കാണുന്ന ട്രാവലറിലായിരുന്നു വെടിക്കോപ്പുകൾ സൂക്ഷിച്ചിരുന്നത്. ഇത് ട്രാവലറിൽ നിന്നും ഈ ശാലയിലേക്ക് മാറ്റുന്നതിനിടയിലായിരുന്നു ഈ വലിയൊരു സ്ഫോടനമുണ്ടായത്. എങ്ങനെയാണ് ഈ സ്ഫോടനം ഉണ്ടായതെന്നുള്ളൊരു അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. അങ്ങനെ വലിയൊരു സ്ഫോടനം ഉണ്ടാവുകയും വലിയ ശബ്ദത്തോടു കൂടിയുള്ള സ്ഫോടനം, വലിയൊരു തീയും പുകയും, സമീപ പ്രദേശത്തെ വീടുകളിലെല്ലാം ഒരു ഭൂകമ്പം പോലെയുള്ള ഒരു അവസ്ഥയായിരുന്നു. ആളുകളെല്ലാം വീട്ടിൽ നിന്നും ഇറങ്ങി ഓടി. ഈ സംഭവ സ്ഥലത്തേക്ക് നാട്ടുകാർ ഓടിക്കൂടി. ഉടൻ തന്നെ ഫയർഫോഴ്സിനെയും പോലീസിനെയും വിവരം അറിയിച്ചു. സംഭവ സമയത്ത് തന്നെ ഫയർഫോഴ്സിന്റെ ഇടപെടൽ തന്നെയാണ് ആ വലിയ രീതിയിലുള്ളൊരു ദുരന്തം ഒഴിവായത്. ഫയർഫോഴ്സിന്റെ 2 യൂണിറ്റ് എത്തി ഇവിടെയുള്ള തീ അണയ്ക്കുകയും ചെയ്തു. തീ കെടുത്തിയ ശേഷമാണ് ഇവർ ഇതിന്റെ ഉള്ളിലേക്ക് കടന്ന് ഇതിൽ ആരെങ്കിലുമൊക്കെ അകപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കിയത്. ആ സമയത്താണ് ഈ 5 ജീവനക്കാർ, ഇതിന്റെ തന്നെ ഈ കരാറിന്റെ തന്നെ 5 ജീവനക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. അവരെ സമയത്ത് തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പരിക്കേറ്റിട്ടുള്ളത്. പിന്നെ ഇവിടെ വീടുകൾക്ക് നിങ്ങൾ കാണുന്നത് പോലെ ഇവിടെ വീടുകൾക്ക് ഡാമേജ് ആയിട്ടുണ്ട്, ചുറ്റുമുള്ള വീടുകൾക്ക്. സോ വീടുകളിലുള്ളവർ താൽക്കാലികമായിട്ട് മാറ്റി പാർപ്പിക്കാനുള്ളതും അതേപോലെ പെർമനന്റ് ആയിട്ട് അവർക്ക് പൈസ കൊടുക്കാനും നടപടി ഉടനെ തന്നെ സ്വീകരിക്കും. അത് മാത്രമല്ലാതെ വേറെ ഒരു പെർമിഷൻ ഇല്ലാതെയാണ് ഇവിടെ സ്റ്റോറേജ് ചെയ്തിട്ടുള്ളത്. ആ കാര്യങ്ങൾ നമ്മൾ ഉടനെ തന്നെ അന്വേഷിക്കും. പലർക്കും ഇപ്പോഴും അതിൻ്റെ ഒരു ആഘാതത്തിൽ നിന്നും മുക്തരായിട്ടില്ല. വീടുകളിലെ ജനൽച്ചില്ലകളെല്ലാം തകർന്നിരിക്കുന്നു. കതകുകൾ, ഗേറ്റുകൾ വരെ തകർന്ന് പോയ അവസ്ഥ. അതോടൊപ്പം വീടിൻ്റെ മേൽക്കൂര ഉൾപ്പെടെ നശിച്ചിരിക്കുന്നു. അത്ര വലിയൊരു ആഘാതമാണ് ഓരോ വീടുകൾക്കും ഉണ്ടായത്. വീടുകളിലെ ഈ ജനൽച്ചില്ലകൾ ഒക്കെ ശരീരത്തേക്ക് തരച്ചു കയറി ചെറിയ രീതിയിലുള്ള പരിക്കുകൾ ഏറ്റവരെയും ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ മൊത്തം തകർന്നിരിക്കുകയാണ്. വന്നപ്പോൾ ഗേറ്റൊക്കെ ഓൾമോസ്റ്റ് വീണ അവസ്ഥയിലാണ്. വീട്ടിലേക്ക് ഇന്നിപ്പോൾ എല്ലാം മൊത്തത്തിൽ ഇതായിട്ട് ഡാമേജ് ആയിട്ടാണ് കാണുന്നത്. അപ്പുറത്തെ ഇപ്പുറത്തെ വീടുകളിലൊക്കെ ഫിസിക്കൽ സ്ട്രക്ചറൊക്കെ പോയി. പിന്നെ 1-2 പേര് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതിൽ കാഷ്വാലിറ്റി എന്താണെന്ന് നമുക്കറിയില്ല. മൊത്തത്തിലൊരു ട്രോമയായി പോയി. അങ്ങനെ വലിയൊരു ദുരന്തമാണ് ഇന്ന് 11 മണിയോടുകൂടി തൃപ്പൂണിത്തറയിൽ സംഭവിച്ചത്. എന്തായാലും പോലീസ് ഭരണസമിതിക്കെതിരെയും ഈ കരാർ ജീവനക്കാർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്, അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ലൈസൻസ് ഇല്ലാതെയാണ് ഇവിടെ ഈ പടക്ക സംരക്ഷണം ഇവിടെ നടത്തിയിരുന്നത്, ഈ ഒരു ശാല ഇവിടെ പ്രവർത്തിച്ചിരുന്നത്. അതിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ലൈസൻസ് ഇല്ലാതെയാണ് ഇത് പ്രവർത്തിച്ചത്. അതോടൊപ്പം തന്നെ പ്രദേശത്തുള്ളവർക്ക് പോലും കൃത്യമായിട്ടുള്ളൊരു നിർദ്ദേശമോ അല്ലെങ്കിൽ അവർക്കറിയില്ല ഇവിടെ ഇങ്ങനെ ഒരു സംഭവം, ഇവിടെ പടക്കങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നു എന്ന് പോലും ഇവർക്ക് അറിയില്ലായിരുന്നു. ഭാരവാഹികളൊന്നും കൃത്യമായി തന്നെ ഇവർക്കൊരു നിർദ്ദേശം നൽകിയിട്ടില്ല. സ്റ്റോക്ക് ഉണ്ടെന്നുള്ള ഐഡിയ ഒന്നും ഇല്ല. ഇത് ഉത്സവങ്ങളൊക്കെ വരും മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ വേറെ അങ്ങനെ നമുക്കൊരു പ്രശ്നമുള്ള ഫീല് നമുക്കൊന്നും ഇതുവരെ തോന്നിയിട്ടൊന്നുമില്ല. എല്ലാ വർഷവും ഇവിടെ തന്നെയാണ് ഇത് സംരക്ഷിക്കുന്നത്. എനിക്കങ്ങനെ ഇന്നലെയും ഇങ്ങനെ വലിയ സ്റ്റോക്കുള്ളവരല്ല, അവരിടയ്ക്ക് ആൾക്കാരൊക്കെ വന്നു പോകുന്നതായിട്ട് തന്നുള്ളൂ. ഇപ്പോൾ പൊട്ടിയപ്പോഴാണ് ഇത്രയും ഭീകരമുള്ള സംഭവമാണെന്നൊക്കെ അറിയുന്നത്. ഇതൊക്കെ തന്നെ വലിയൊരു വീഴ്ചയായി തന്നെ കണക്കാക്കാം. എന്തായാലും കൂടുതൽ പേർക്ക് വലിയൊരു ദുരന്തത്തിലേക്ക് നയിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് വലിയൊരു ആശ്വാസം. എങ്കിൽ പോലും വീടുകൾക്കുണ്ടായ കേടുപാടുകൾ, താമസിക്കാൻ പോലും കഴിയാത്തത്ര ഒരു കേടുപാടുകളൊക്കെ വീടുകൾക്ക് സംഭവിച്ചിട്ടുണ്ട്. കോഴിക്കോട് മുക്കത്തെ 10, 14, 16 വയസ്സുള്ള 3 കുട്ടികൾ ദിവസങ്ങളായി അവരുടെ അമ്മയെ കാത്തിരിക്കുകയാണ്. അമ്മ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ആർക്കും മറുപടി പറയാൻ കഴിയുന്നില്ല. കാരണം അവരുടെ പ്രിയപ്പെട്ട അമ്മ വീട്ടിൽ നിന്നും മക്കളെ ഉപേക്ഷിച്ച് പോയത് കാമുകനൊപ്പമാണ്.
ഭർത്താവ് നൽകിയ പരാതിയിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ തിരുവമ്പാടി സ്വദേശിനി ജിനുവിനെയും കാമുകനെയും ഗൂഡല്ലൂരിൽ നിന്നും കണ്ടെത്തി. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കേസെടുത്ത പ്രതികളെ റിമാൻഡ് ചെയ്തു. ജനുവരി 16-നാണ് ജിനുവിനെ കാണാനില്ലെന്ന് കാണിച്ച ഭർത്താവ് പോലീസിൽ പരാതി നൽകിയത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ടോമിനൊപ്പമാണ് ജിനു പോയതെന്ന് കണ്ടെത്തി. ഇതിനിടെ ടോമിനെ കാണാനില്ലെന്ന് കാണിച്ച ഇയാളുടെ പിതാവും കോടഞ്ചേരി പോലീസിൽ പരാതി നൽകിയിരുന്നു. ഫോൺ കോളുകൾ ഉൾപ്പെടെ പരിശോധിച്ച പോലീസ് സംഘം തമിഴ്നാട്ടിലെ ഗൂഡല്ലൂരിൽ നിന്നാണ് ഇരുവരെയും കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് താമരശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 75 പ്രകാരവും IPC 317 പ്രകാരവുമാണ് പ്രതികൾക്കെതിരെ കേസെടുത്തത്. 10, 14, 16 വയസ്സ് വീതമുള്ള 3 കുട്ടികളെ ഉപേക്ഷിച്ചാണ് യുവതി കാമുകനൊപ്പം പോയതെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് 18 മുക്കം. ഒരു വർഷത്തെ സ്ഥിരം നിക്ഷേപത്തിന് 14% പലിശ. പത്തനംതിട്ട പുല്ലാട്ടെ GNG ഫിനാൻസ് എന്ന സ്ഥാപനം നിക്ഷേപകർക്ക് മോഹന വാഗ്ദാനമാണ് നൽകിയത്. ഇങ്ങനെ 10,000-കണക്കിന് ആളുകളിൽ നിന്നും സമാഹരിച്ചത് 300 കോടിയിലധികം രൂപ. സാധാരണക്കാരും പാവപ്പെട്ടവരുമായ വ്യക്തികൾ തങ്ങളുടെ ഇല്ലായ്മയിൽ നിന്നും സ്വരൂപിച്ച ലക്ഷങ്ങളുമായി ഉടമകൾ നാടുവിട്ടിട്ട് ഒരാഴ്ച പിന്നിടുന്നു. അതിനിടെ ഉടമ ഗോപാലകൃഷ്ണനടക്കം 4 പ്രതികളും മുൻകൂർ ജാമ്യാപേക്ഷ തേടി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. തട്ടിപ്പ് കേസിൽ സമരം ശക്തമാക്കാൻ നിക്ഷേപകർ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു. നൂറുകണക്കിന് ആളുകളാണ് GNG ഫിനാൻസ് ഉടമ ഗോപാലകൃഷ്ണന്റെ വീടിന് മുൻപിൽ പ്രതിഷേധമായി എത്തിയത്. സമരം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി 18 ആക്ഷൻ കൗൺസിലുകളാണ് വിവിധ ജില്ലകളിലായി രൂപീകരിച്ചിരിക്കുന്നത്. നിയമ പോരാട്ടവും സമരവും ശക്തമാക്കാനാണ് പുതിയതായി തെരഞ്ഞെടുത്ത കമ്മിറ്റിയുടെ തീരുമാനം. ഈ പൈസ നഷ്ടപ്പെട്ട രീതിയിലാണ് ഞങ്ങളിപ്പോൾ എൻ്റെ വസ്തുവും വീടും കൂടെ വിറ്റ പൈസയാണ് ഇദ്ദേഹം പ്രസാദിന്റെ ഫെഡറൽ ബാങ്കിന്റെ അക്കൗണ്ടിലേക്ക് എൻ്റെ ഫെഡറൽ ബാങ്കിന്റെ അക്കൗണ്ടിൽ നിന്നും വാങ്ങിയത്. എൻ്റെ ഭാര്യയുടെ പേരിലാണ് ഇരിക്കുന്നത്. മാസം 10,000 രൂപ വേണം മരുന്നിന് തന്നെ. അപ്പം ഞങ്ങൾ ചോദിച്ചു എന്നാൽ അന്നേരമെങ്കിലും ഈ പൈസ കുറച്ച് ഓപ്പറേഷൻ സമയത്ത് ചോദിച്ചോ മെച്ചറാകാത്ത തരത്തില്ല. കോയിപ്പുറം പോലീസ് സ്റ്റേഷനിൽ 80-ലധികം പരാതികളാണ് ഫിനാൻസ് ഉടമകൾക്കെതിരെ ലഭിച്ചിട്ടുള്ളത്. സംസ്ഥാനത്തൊട്ടാകെ 300 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടത്തിയതായാണ് കേസുകളിൽ വ്യക്തമാകുന്നത്. 1 ലക്ഷം രൂപ മുതൽ 1.5 കോടി വരെ നഷ്ടപ്പെട്ടവരുണ്ടെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ന്യൂസ് 18 പത്തനംതിട്ട. മലപ്പുറം കുറ്റിപ്പുറത്തെ വീട്ടുകാർ മാത്രമല്ല, ജനപ്രതിനിധികളും മോഷ്ടാക്കളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്. കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ രേഖകളടങ്ങുന്ന ലാപ്ടോപ്പ് നഷ്ടപ്പെട്ടത് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ നിന്നാണ്. സംഭവത്തിൽ വളാഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ സമീപ ദിവസങ്ങളിൽ കുറ്റിപ്പുറം കേന്ദ്രീകരിച്ച് മോഷണം പതിവാകുന്നുവെന്ന പരാതിയുമുണ്ട്. മലപ്പുറം കാവുംപുറത്ത് പ്രവർത്തിക്കുന്ന കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലാണ് മോഷണം നടന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മേശവലിപ്പിൽ സൂക്ഷിച്ചിരുന്ന രേഖകളടങ്ങുന്ന ലാപ്ടോപ്പ് മോഷണം പോയി. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് ഓഫീസിലെ ഷെൽഫുകളും മറ്റും കുത്തിത്തുറന്ന നിലയിൽ കാണപ്പെട്ടത്. വ്യാഴാഴ്ച നടന്ന ബജറ്റ് അവതരണം കഴിഞ്ഞ് വെള്ളിയാഴ്ച ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് തുറന്നു പ്രവർത്തിച്ചിരുന്നു. തുടർന്നുള്ള 2 ദിവസങ്ങൾ അവധിയായതിനാൽ ഓഫീസുകൾ തുറന്നിരുന്നില്ല എന്നും പ്രസിഡന്റ് പറഞ്ഞു. ലാസ്റ്റ് നമ്മൾ വ്യാഴാഴ്ച ബഡ്ജറ്റായിരുന്നു. അപ്പോൾ ബഡ്ജറ്റെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും വൈകുന്നേരത്താണ് തിരിച്ചു പോയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പിന്നെ വെള്ളിയാഴ്ച ഓഫീസിൽ വന്നിട്ടില്ല. പിന്നെ ശനി സെക്കൻഡ് സാറ്റർഡേ ആയിരുന്നു, പിന്നെ സൺഡേ ആയിരുന്നു.
പിന്നെ ശേഷം ഇന്ന് ഉച്ചവരെ ഹോസ്പിറ്റലിൽ മീറ്റിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ ഓഫീസിലെത്തിയത്. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വളാഞ്ചേരി CI സുനിൽദാസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പഞ്ചായത്ത് ഓഫീസിലെത്തി പരിശോധന നടത്തി. വെള്ളിയാഴ്ച പുലർച്ചെ കാവുംപുറത്ത് വിവിധയിടങ്ങളിൽ മോഷണം നടന്നിരുന്നു. ഇതേ പ്രതി തന്നെയാകാം ബ്ലോക്ക് പഞ്ചായത്തിലെ മോഷണം നടത്തിയതെന്നാണ് പോലീസിന്റെ നിഗമനം. ന്യൂസ് 18 തിരൂർ. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. പോപ്പുലർ ഫ്രണ്ടിന്റെ ആയുധ പരിശീലകൻ ഭീമന്റെ വിട ജാഫർ അറസ്റ്റിൽ. കണ്ണൂരിലെ വീട്ടിൽ നിന്നാണ് ഇയാൾ NIA പിടിയിലായത്. 2047 ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം കൊണ്ടുവരുന്നതിനായി ഗൂഢാലോചന നടത്തിയെന്നാണ് ജാഫറിനെതിരായ പ്രധാന ആരോപണം. തൃപ്പൂണിത്തുറ പൊട്ടിത്തെറിയിൽ കരാറുകാരൻ ആദർശിന്റെ പോത്തൻകോട് ശാസ്തവട്ടത്തെ ഗോഡൌണിൽ പോലീസ് പരിശോധന. പരിശോധനയിൽ വലിയ ഗുണ്ടുകളും കഞ്ചാവും കണ്ടെത്തി. പത്തനംതിട്ടയിൽ മധ്യവയസ്കൻ ദുരൂഹ സാഹചര്യത്തിൽ വീടിനുള്ളിൽ മരിച്ച നിലയിൽ. കൊച്ചാണ്ടി സ്വദേശി അജിയാണ് മരിച്ചത്. കൊച്ചിയിൽ വാഹനമോഷണ കേസിലെ പ്രതി അറസ്റ്റിൽ. അടിമാലി കാംകോ ജംഗ്ഷനിൽ താമസിക്കുന്ന വിജിലിനെയാണ് പോത്താനിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. വയനാട് ബത്തേരിയിൽ ബൈക്കിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 14 ലിറ്റർ വിദേശ മദ്യവുമായി യുവാവ് പിടിയിൽ. തേക്കുംപറ്റ 4 സെന്റ് കോളനിയിൽ ടൈറ്റൻ തോമസിനെയാണ് എക്സൈസ് പിടികൂടിയത്. പോലീസ് പെട്രോൾ അവസാനിക്കുന്നതിന് മുൻപ് കണ്ണൂർ മട്ടന്നൂരിലെ ഒരു കോളേജിലുണ്ടായ കൂട്ടയടി കൂടി കാണാം. മട്ടന്നൂർ PR NSS കോളേജിൽ റാഗിങ്ങിന്റെ പേരിലാണ് ഡിഗ്രി 1ാം വർഷ വിദ്യാർത്ഥികളെ സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിച്ചത്. വിദ്യാർത്ഥികളെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ 6 പേരെ സസ്പെൻഡ് ചെയ്തു. കൂടുതൽ അന്വേഷണത്തിന് ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്ന് കോളേജ് പ്രിൻസിപ്പാൾ അറിയിച്ചു. 1ാം വർഷ വിദ്യാർത്ഥികൾ മദ്യപിച്ചെന്നാരോപിച്ചായിരുന്നു കൂട്ടയടി. പരാതി കോളേജ് അധികൃതർ പോലീസിന് കൈമാറിയിട്ടുണ്ട്. റാഗിങ്ങിന്റെ പേരിൽ വിദ്യാർത്ഥികളെ മർദ്ദിച്ചവർക്കെതിരെ പോലീസ് നിയമ നടപടി സ്വീകരിക്കണം. ഇന്നത്തെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.